തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ കാണാനുള്ള പി.വി. അൻവറിന്റെ പശ്ചിമ ബംഗാൾ യാത്ര മാറ്റിവെച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പി.വി. അൻവറിന് ഇന്ന് പോകാൻ കഴിയാത്തതിനാലാണ് ഇന്ന് നിശ്ചയിച്ച കൂടിക്കാഴ്ച ഒഴിവാക്കിയത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് തന്നെയാണോ? എന്താണ്, നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം തേടാൻ കഴിഞ്ഞോ? അനുജ, 2 ദിവസത്തെ കൂടിക്കാഴ്ചയാണ് പി.വി. അൻവർ കൊൽക്കത്തയിൽ പോയി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇത് ഉണ്ടാവില്ല, കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൊൽക്കത്തയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും അതുപോലെ തന്നെ അഭിഷേക് ബാനർജിയുമായിട്ടും ആയിരുന്നു ചർച്ച നടത്തും എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നത്. കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങൾ, ഒപ്പം തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഈ UDF-ലേക്കുള്ള പ്രവേശനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. പെട്ടെന്നാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ യാത്ര ഉണ്ടാകില്ല എന്നുള്ളത് അൻവർ കേന്ദ്രങ്ങൾ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ UDF-ഉമായി സഹകരിപ്പിക്കാം എന്നുള്ള UDF-ന്റെ തീരുമാനത്തോട് പൂർണ്ണമായും ഒരു സന്തോഷത്തോടെ തന്നെയാണ് അത് തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സഹകരണം പിന്നീട് അത് മുന്നണിയിലേക്കുള്ള ഒരു പ്രവേശനമായി മാറും. അത് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ UDF-ലേക്ക് എടുക്കാനാവുന്ന രീതിയിൽ അത് മാറും എന്നുള്ളത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അതുതന്നെയാണ് പി.വി. അൻവറും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സഹകരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ അത് UDF മുന്നണിയുടെ ഭാഗമാകാൻ കഴിയുമെന്നുള്ളതാണ് കരുതുന്നത്. ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനെ ഏത് രീതിയിൽ സഹകരിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം തീരുമാനം എടുക്കാൻ കൂടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഹൈക്കമാൻഡുമായിട്ടൊക്കെ വി.ഡി. സതീശൻ ചർച്ച നടത്തുമെന്നുള്ളത് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ പി.വി. അൻവറുമായും ഇക്കാര്യങ്ങളെ ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇന്നലെ ചേർന്ന UDF-ന്റെ യോഗത്തിലും ചില നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിനെ അതേ പാർട്ടിയായി തന്നെ UDF-ലേക്ക് എടുക്കുന്നതിൽ ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ കൂടിയാലോചനകൾ വേണം, ഘടകകക്ഷിയിലുള്ള എല്ലാ നേതാക്കളുമായുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം എടുക്കാം എന്നതിലേക്ക് മാറ്റിവെച്ചത്. എന്നാൽ സഹകരിപ്പിക്കണം എന്നതിൽ ആർക്കും തന്നെ രണ്ടഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചു കാലമെങ്കിലും അത് സഹകരണമായി തുടരുകയും പിന്നീട് അത് മുന്നണിയുടെ ഭാഗമാകും എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ബംഗാളിലേക്ക് നടത്താനിരുന്ന യാത്ര പി.വി. അൻവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അനുജ, UDF സഹകരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വാർത്തകൾ, ചർച്ചകൾ ഒക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ കാണാനുള്ള പി.വി. അൻവറിന്റെ പശ്ചിമ ബംഗാൾ യാത്ര മാറ്റിവെച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇന്ന് പോകാൻ കഴിയാത്തതിനാൽ നിശ്ചയിച്ച കൂടിക്കാഴ്ച ഒഴിവാക്കി എന്ന വിശദാംശമാണ് വിപിൻ സി വിജയൻ പങ്കുവച്ചത്.